ഹായ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ നോർമലി ചെയ്യുന്ന ടെക് വീഡിയോസ് ഒന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആണ്. നോർമലി എനിക്ക് ടെക് റിലേറ്റഡ് സംഭവം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ളത്, ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്ന് പറഞ്ഞാൽ പെറ്റ്സ് ആണ്. ഒരുപാട് പെറ്റ്സ് എന്നല്ല, വളരെ സെലക്റ്റഡ് റേഞ്ച് ബേർഡ്സിനെ വളരെ ഇഷ്ടമാണ്. പിന്നെ ഫിഷസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ലൈവ് ബ്രീഡേഴ്സ് ആയിട്ടുള്ള അക്വാറിയം ഫിഷസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്ലാന്റ്സ് ഇഷ്ടമാണ്. അപ്പം ഇന്ന് ഞാൻ പോകുന്നത്, ഇപ്പോൾ നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ മുതൽ കണ്ടിട്ടുണ്ടാവും, എൻ്റെ ഡെസ്കിൻ്റെ മേലെ, ഇത് എൻ്റെ വർക്ക് ഡെസ്ക്കാണ്. വർക്ക് ഡെസ്കിൻ്റെ മേലെ ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഷ്രിംപ് ടാങ്കാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഷ്രിമ്പിനെ വളർത്തുന്നതും. ഞാൻ എങ്ങനെയാണ് ഈ ഷ്രിമ്പിൻ്റെ ടാങ്ക് സെറ്റപ്പ് ചെയ്തിട്ടുള്ളതും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം ഇമാജിനേഷൻസ്. ലെറ്റ് us start. ഈ ഷ്രിമ്പിൻ്റെ ടാങ്കിൽ നോർമലി ഉള്ളത് 2 ടൈപ്പ് ഓഫ് ഷ്രിമ്പാണുള്ളത്. യെല്ലോ ഷ്രിമ്പ് ആണ്, പിന്നെ റെഡ് ചെറി ഷ്രിമ്പ് എന്നുള്ള റെഡ് കളറിലെ ഷ്രിമ്പുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഷ്രിമ്പിനെ വളർത്തുന്നത്. അപ്പം ഒരു എക്സൈറ്റ്മെൻറ്റ് മേലെ തുടങ്ങിയതാണ്. ഞാൻ മേടിച്ചിട്ട് 4 ഷ്രിമ്പിനായിരുന്നു. എൻ്റെ അടുത്ത് 2 ടൈപ്പ് ഓഫ് ഷ്രിമ്പുണ്ട്. യെല്ലോ കളർ ഷ്രിമ്പും റെഡ് ചെറി ഷ്രിമ്പ് എന്നറിയപ്പെടുന്ന റെഡ് കളർ ഷ്രിമ്പും. അപ്പം ഞാനത് വാങ്ങുമ്പോൾ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള എഗ്സ് ഉള്ള ഷ്രിംസിനായിരുന്നു വാങ്ങിയത്. അത് നമുക്ക് വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. ഞാൻ അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽസ് എല്ലാം സൈഡിൽ, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാനത് കാണിച്ചു തരാം. പിന്നെ ഷ്രിമ്പിന് വളരെ എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളത് പ്ലാന്റഡ് വീഡിയോസാണ്. നമുക്ക് വളർത്താൻ വളരെ എളുപ്പമുള്ള സംഭവമാണ് ഷ്രിമ്പ് എന്ന് പറയുന്നത്. ഒട്ടും കോംപ്ലിക്കേഷൻ ഇല്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഷ്രിമ്പിൻ്റെ ടാങ്ക്. നമുക്കവിടെ യെല്ലോ കളർ ഷ്രിമ്പിനെ കാണുന്നുണ്ട്. പിന്നെ നമ്മളൊരു ചെറിയ ഷ്രിമ്പയുടെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന, നമ്മൾ ചെടിയൊക്കെ നടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോട്ട് സോയിലാണ് ഇത്രയും പോർഷൻ നിറച്ചിരിക്കുന്നത്. അപ്പം നോർമലി നമ്മൾ ചെടിയെല്ലാം നന്നായിട്ട് വളരും. അപ്പം അക്വാറിയത്തിൽ അത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഏത് പോട്ട് സോയിൽ യൂസ് ചെയ്തതെന്നുള്ള ഞാനത് സൈഡിൽ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാം. എന്നിട്ട് അത് മണ്ണിൽ വെള്ളം പൊങ്ങി വരുമെന്ന് നമ്മൾ പോട്ട് സോയിൽ ഇത്രയും ഭാഗം ഫില്ല് ചെയ്തതിന് ശേഷം അത് എനിക്ക് വെള്ളത്തിൽ പൊന്തി പോകുമെന്ന് അറിയാം ഒരു ഉറപ്പില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാനൊരു ലെയർ ഓഫ് കുഞ്ഞ് ഗ്രാവൽസിൻ്റെ ഒരു ലെയർ ഇട്ടു. ഓക്കെ, നമ്മുടെ ഷ്രിമ്പിനെ ഹൈഡ് ചെയ്യാനും ഇങ്ങനത്തെ ഗ്രിപ്പ് ചെയ്യാൻ. കാരണം നോർമലി ഇതൊരു ഗ്ലാസ് ബൗൾ ആയതുകൊണ്ട് ഷ്രിമ്പിന് ഈ നമ്മുടെ വാളിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്ക് ഹൈഡ് ചെയ്യാനും അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് കല്ലുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കല്ലിൻ്റെ മേലെ കുറച്ച് ജാവ മോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വളർന്നു വരുന്നതേ ഉള്ളൂ. പിന്നെ എൻ്റെ പുറത്തുള്ള ഫിഷ് ടാങ്കിലുണ്ടായിരുന്ന 2 ചെടി എടുത്തിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട്. പുറത്ത് വെച്ച ടാങ്ക് ആയതുകൊണ്ട് നന്നായിട്ട് അതിൽ ആൽഗേസൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഷ്രിമ്പ് നോർമലി കഴിക്കുക ആൽഗേസാണ്. പിന്നെ ഷ്രിമ്പിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു 1 വീക്ക് ഒന്ന് ഫുഡ് കൊടുത്തില്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ പ്ലാന്റ്സിലുള്ള ഡീക്കേ ആയ പ്ലാന്റ്സിൻ്റെ ലീവ്സും അതുപോലെ തന്നെ ആൽഗേസുമാണ് ഷ്രിമ്പ് മെയിനായിട്ട് കഴിക്കുന്നത്. പിന്നെ ഇതൊരു എക്സ്പെരിമെൻറ്റ്, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് ഈ ഒരു ഇതിൽ സോയിലിൽ ഞാൻ പ്ലാന്റ്സ് നട്ടുന്നില്ല. പ്ലാന്റ്സ് നല്ല ഗ്രോത്ത് ഉണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഈ ടാങ്ക് സെറ്റ് ചെയ്ത് 3 വീക്സ് ആയുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. ഈ ഒരു പോർഷൻ്റെ മേലെ ഇതുവരെ നന്നായിട്ട് ആൽഗ ഉണ്ട്, ഇതിൻ്റെ മേലെ ആൽഗേസ് കാണുന്നില്ല. അതായത് അത്രയും ഒരു 2 to 3 വീക്സിനിടയിൽ പ്ലാന്റ് വളർന്നതാണ്. പിന്നെ അതിൽ പുതിയ റൂട്ട്സ് എല്ലാം വരുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഇതാണ് നമ്മുടെ സെറ്റപ്പ്. പിന്നെ ഞാൻ വാങ്ങുമ്പോൾ ഇതിൽ ചെറിയ ഷ്രിംപ്ലെറ്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടറിയില്ല. ഞാൻ ഒരുപാട് വീഡിയോസ് വേറെ എടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാനിവിടെ ഷെയർ ചെയ്യാം. സോ നമുക്ക് ആദ്യം, ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബേർഡ്സിന് വേണ്ടി ഫുഡ് മേടിക്കാൻ പോയപ്പോൾ അവിടുത്തെ ഷോപ്പിൽ കണ്ട ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോസ്. അപ്പോൾ ആ മോസ് നമുക്ക് നോർമൽ കാർപ്പറ്റൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. റക്കിയ മോസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ മോസ് നമുക്ക് ഈ ഒരു ടൈലിൻ്റെ മേലെ എങ്ങനെ ഫിക്സ് ചെയ്യാം. റക്കിയ മോസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പ്രത്യേകിച്ച് റൂട്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് വെള്ളത്തിന് മേലെ ഫ്ലോട്ടിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഈ റക്കിയ മോസിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് പെട്ടെന്ന് പടർന്നു പിടിക്കും. മാത്രമല്ല നമുക്ക് കാർപ്പറ്റ് എല്ലാം ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പം ഷ്രിമ്പിന് എപ്പോഴും ഹൈഡിങ് പ്ലേസ് ഒക്കെ ഉള്ളൊരു ടൈപ്പ് ഓഫ് അക്വാറിയമാണ് എപ്പോഴും ഷ്രിമ്പിന് ഇഷ്ടം. അപ്പം ഞാൻ ഈ കുഞ്ഞ് ടൈൽ പീസിൽ ഈ റക്കിയ മോക്സ് എങ്ങനെ നമുക്ക് കാർപ്പറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിക്സ് ചെയ്യാൻ നോക്കാം. സിമ്പിളായിട്ട് ഇങ്ങനെ വെച്ച് സ്പ്രെഡ് ചെയ്ത് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒരു നൂലെന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് നമുക്കത് അക്വാറിയത്തിലേക്ക് ഇറക്കി വെക്കാവുന്നതാണ്. സോ നമുക്ക് ആ പ്രോസസ്സ് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ഇതുപോലെ ചുറ്റിയിട്ട് നമുക്ക് ടാങ്കിലേക്ക് വെച്ച് കൊടുത്താൽ മതി.
ഇതൊരു 1-2 മാസം ആകുമ്പോഴേക്കും ഇത് ഫുള്ളായിട്ട് കവറായി വരും. പിന്നെ ഇത് എക്സസ് ആയിട്ട് ഗ്രോ ചെയ്ത് വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് മറ്റൊരു ഇതേപോലത്തെ ടൈലിലോ എന്തിലാണ് നമുക്ക് അത് ഫിക്സ് ചെയ്യേണ്ട അത്തരത്തിൽ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ടാങ്കിൽ സെറ്റ് ചെയ്യാം. നമ്മുടെ ഈ ഒരു പ്ലാന്റ് ടൈല് പതുക്കെ ഈ ടാങ്കിലേക്ക് ഇറക്കി വെക്കാം. അപ്പം ആ ഒരു റെക്കിയമോസ് സെറ്റ് ചെയ്തിട്ടുള്ള ടൈലോടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ നമുക്കുണ്ടാ ഒരു കുഞ്ഞു ഷ്രിംപ്ലെറ്റ് ഇപ്പം തന്നെ അതിൻ്റെ മേലെ വന്നിരിക്കുന്നുണ്ട്. അതിൻ്റെ ഷ്രിമ്പിൻ്റെ ബേബിയാണത്. അപ്പോൾ ഒരു 1 to 2 months ആകുമ്പോഴേക്ക് ആ ടൈലിൻ്റെ മേലെ കംപ്ലീറ്റ് ആയിട്ട് റെക്കിയമോസ് സ്പ്രെഡ് ആയിരിക്കും. നമുക്കൊരു യെല്ലോ കണ്ടോ, ഇതിൻ്റെ വയറ്റിൽ ഇപ്പോഴും എഗ്സ് ഉണ്ട്. അത് ഫുള്ളായിട്ട് ഇത് കഴിഞ്ഞില്ല. അപ്പം ഞാൻ ആക്ച്വലി വാങ്ങിയ 4 ഷ്രിമ്പാണ്. ഇപ്പം ഒരു കുറേ ബേബീസൊക്കെ ആയിട്ട് ഒരുപാട് ഷ്രിംപ്സായി വളർന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെടി വളരാൻ വേണ്ടി ഞാൻ CO2 അല്ലെങ്കിൽ എയർ പമ്പ് അങ്ങനത്തെ ഒരു സാധനം യൂസ് ചെയ്തിട്ടില്ല. വെള്ളം മാറ്റി കൊടുക്കാറുമില്ല. എപ്പോഴും വെള്ളം ഇതുപോലെ കുറയുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കുന്നല്ലാണ്ട് പിന്നെ ഈ ആൽഗസ് ഒന്നും ഞാൻ കളയാറില്ല. കാരണം എൻ്റെ ഷ്രിമ്പ് കഴിക്കുന്നതായതുകൊണ്ട് ഈ ആൽഗസൊക്കെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഈ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനും ഷ്രിമ്പിനും വേണ്ടി ഞാൻ ഇവിടെ ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് എൻ്റെ വർക്ക് ഡെസ്കിലുള്ള ഷ്രിംപ് ടാങ്കിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഷ്രിമ്പിനെ ഇങ്ങനെ നോക്കിയിരിക്കാൻ വേണ്ടി ഭയങ്കര രസമാട്ടോ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് സെക്ഷനിൽ തരിക. ഈ ഷ്രിമ്പിനെ വളർത്തുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി തിരിച്ചു വരുന്നവരെ ആ ഒരു മുൻപ്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി തിരിച്ചു വരുന്നവരെ അൺടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ്